ഹായ് കൂട്ടുകാരെ. അപ്പോൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2, 4, 6, 8 എന്ന് തുടങ്ങുന്ന അനന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. അടുത്തടുത്തുള്ള 2 ഇരട്ട സംഖ്യകളുടെ വ്യത്യാസം എപ്പോഴും 2 ആയിരിക്കും. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1 ആണ്. അതായത് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ചോദിച്ചാൽ n × n+1 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ 15 ഇരട്ട സംഖ്യകളുടെ തുക കാണുക. ഇവിടെ n എന്ന് പറയുന്നത് 15 ആണ്. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1. അതായത് ഇക്വേഷനിലേക്ക് ഈ n-ൻ്റെ വില അതായത് 15 കൊടുക്കുമ്പോൾ 15 × 15+1 അതായത് 15 × 16 എന്ന് കിട്ടും. നമുക്കത് ഇൻറ്റു ചെയ്യുമ്പോൾ 240 നമ്മുടെ ആൻസർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ 200 ഇരട്ട സംഖ്യകളുടെ തുക കാണുക. ഇവിടെ n എന്ന് പറയുമ്പോൾ 200 ആണ്. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1 ആണ്. അപ്പോൾ 200 × 201 എന്ന് കിട്ടും. അതായത് n+1 എന്ന് പറയുമ്പോൾ 201 ആണ്. നമുക്കത് ഇൻറ്റു ചെയ്യുമ്പോൾ 40,200 നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യത്തെ 9 ഇരട്ട സംഖ്യകളുടെ തുക. n എന്ന് പറയുന്നത് 9 ആണ്. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 9 ആണ്. 9 × 9+1 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ 90 എന്ന് കിട്ടും. ആദ്യത്തെ 60 ഇരട്ട സംഖ്യകളുടെ തുക. n എന്ന് പറയുന്നത് 60 ആണ്. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1 ആണ്. 60 × 61 എന്ന് കിട്ടും. ഇൻറ്റു ചെയ്യുമ്പോൾ 3660 എന്ന് കിട്ടും. അടുത്ത ടൈപ്പ് 2-ൽ കുറച്ച് വ്യത്യസ്തമായ ഒരു കണക്കാണ്. അതായത് 2 + 4 + 6 etc. + 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ്. അതായത് ഇവിടെ നമുക്ക് 80 വരെയുള്ള സംഖ്യകളെന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യകളെന്ന് പറയുമ്പോൾ തുടർച്ചയായ അല്ലെങ്കിൽ ആദ്യത്തെ ഇരട്ട സംഖ്യ എന്ന് ഇവിടെ കൊടുത്തിട്ടില്ല. ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് 80 വരെയുള്ള സംഖ്യകൾ എടുക്കുമ്പോൾ അതിൽ 40 ഇരട്ട സംഖ്യകളെ ഉണ്ടാവുള്ളൂ. നമ്മൾ 2 മുതൽ തുടങ്ങി നമ്മൾ ഇരട്ട സംഖ്യകളുടെ തുക കാണുക എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ എന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ 80 ഇരട്ട സംഖ്യകൾ എടുക്കുമ്പോൾ അതിൽ 40 സംഖ്യകളെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഇവിടുത്തെ n എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 80-ൻ്റെ പകുതിയാണ്. അപ്പോൾ 80-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് 40 എന്ന് കിട്ടും. അപ്പം നമുക്കിവിടെ n ആയിട്ട് 40 എടുക്കേണ്ടത്. അപ്പോൾ ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം n × n+1 ആണ്. അപ്പം 40 × 41 എന്ന് കിട്ടും. ഗുണിക്കുമ്പോൾ നമുക്ക് 1640 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. 2 + 4 + 6 + etc. + 26 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. 26 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് 13 ഇരട്ട സംഖ്യകളെ ഉള്ളൂ. 26-ൻ്റെ പകുതി അതായത് 13 ഇരട്ട സംഖ്യകളെ ഉള്ളൂ. അപ്പോൾ n എന്ന് പറയുന്നത് 26-ൻ്റെ പകുതിയാണ്, അതായത് 13. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1 ആണ്. 13 × 14 എടുക്കുമ്പോൾ ഗുണിച്ച് നോക്കുമ്പോൾ നമുക്ക് 182 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. 2 + 4 + 6 etc. + 1000 ആണ്. 1000 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുക എന്നാണ്. അപ്പോൾ n എന്ന് പറയുന്നത് നമുക്ക് 1000-ൻ്റെ പകുതിയാണ്. അപ്പോൾ 500 ഇവിടെ n എന്ന് പറയുന്നത്. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1 ആണ്. അപ്പോൾ 500 × 501 എന്ന് കിട്ടും. നമുക്കത് ഇൻറ്റു ചെയ്യുമ്പോൾ 2,50,500 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ടൈപ്പ് 3. ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ട് കണക്കാണേ. 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുക എന്നാണ്. 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുക എന്നാണ്. ഇവിടെ ആദ്യത്തെ 50 ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 50 എടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ 50 വരെ എന്ന് പറഞ്ഞിരിക്കുന്നു.
ആദ്യത്തെ 50 എന്ന് പറഞ്ഞിട്ടില്ല, 50 വരെയുള്ള എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കതിൻ്റെ പകുതി എടുത്താൽ മതി. n എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ n 25 എന്ന് കിട്ടും. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1 ആണ്. അപ്പോൾ 25 × 26 എടുത്താൽ മതി. ആൻസറായിട്ട് നമുക്കത് ഇൻറ്റു ചെയ്യുമ്പോൾ 650 ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 200 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്നാണ്. 200 വരെയുള്ള 100 ഇരട്ട സംഖ്യകളാണ് നമുക്കുള്ളത്. n എന്ന് പറയുന്നത് 200 ഡിവൈഡ് ബൈ 2 എടുക്കുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം n × n+1 ആണ്. അപ്പം 100 × 101 ആണ്. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 10100 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 28 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്നാണ്. ഇവിടെ 28 വരെ 14 ഇരട്ട സംഖ്യകളാണുള്ളത്. n എന്ന് പറയുന്നത് 28ന്റെ പകുതി എടുക്കണം, അപ്പോൾ 14. ഇരട്ട സംഖ്യകളുടെ തുക n × n+1 ആണ്. 14 × 15 എടുക്കുമ്പോൾ നമുക്ക് 210 എന്ന് കിട്ടും. അടുത്ത് ടൈപ്പ് 4 ആണ്. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 156 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 156 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് n × n+1 ആണ് നമുക്ക് തന്നിരിക്കുന്നത് 156. നമുക്ക് n × n+1 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതായത് n × n+ തന്നിട്ടുണ്ടെങ്കിൽ n കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ സംഖ്യയുടെ തൊട്ട് മുന്നേയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുത്തിട്ട് റൂട്ട് എടുത്താൽ മതി. അപ്പോൾ 156ന്റെ തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് 144ന്റെ റൂട്ട് എടുത്താൽ മതി, നമുക്ക് 12 എന്ന് കിട്ടും. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 420 എന്നാണ്. n × n+1 ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുക, എന്നിട്ട് റൂട്ട് എടുക്കുക. അപ്പോൾ n × n+1 എന്ന് പറയുന്നത് 420 ആണ്. n കണ്ടുപിടിക്കാൻ 420ന് തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ 400 ആണ്. n എന്ന് പറയുന്നത് 400ന്റെ റൂട്ട് എടുക്കുക, 20 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഓക്കെ, ബൈ.